ഹലോ, ഇന്നൊരു വർക്ക് വന്നിട്ടുണ്ട്. കൊറിയർ വഴി വന്നിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഒരു മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയൽമിയുടെ 5i എന്ന് പറയുന്ന ഒരു മോഡലാണ്. ഇതിൻ്റെ കംപ്ലയിൻറ്റ് മൈക്ക് അതുപോലെ തന്നെ റിങ്ങർ വർക്ക് ചെയ്യാത്തതായിരുന്നു. അപ്പോൾ അത് കിട്ടി. അതുപോലെ തന്നെ ഇത് കുറേ ഷോപ്പിലൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു, ശരിയാക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കൊറിയർ വഴി അയച്ചു തന്നത്. അപ്പോൾ ഞാൻ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അതിൻ്റെ ഓഡിയോ ഐ സി കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. പക്ഷേ ഓഡിയോ ഐ സിക്കോ പവർ ഐ സിക്കോ ഒരു ഐ സിക്കോ ഒരു കംപ്ലയിൻറ്റും ഇല്ല. പിന്നെ ജസ്റ്റ് യഥാർത്ഥ കംപ്ലയിൻറ്റ് എന്ന് പറഞ്ഞാൽ CC ബോർഡാണ്. CC ബോർഡ് കംപ്ലയിൻ്റ് ഒന്നുമല്ല, CC ബോർഡ് ജസ്റ്റ് മോഡൽ മാറിയിട്ടതാണ്. ഈ CC ബോർഡ് വരുന്നത് റിയൽമിയുടെ C3 എന്ന് പറയുന്ന മോഡലിൻ്റെ CC ബോർഡാണ്. ഇതിൻ്റെ യഥാർത്ഥ CC ബോർഡ് അല്ല ഇത്. കാണാൻ രണ്ട് മോഡലിൻ്റെയും സെയിം ആണെങ്കിലും രണ്ടിൻ്റെയും മറ്റുള്ള കണക്ഷൻസ്, ചാർജിങ്ങിൻ്റെ കണക്ഷനും സെയിം ആണ്. ബാക്കി എല്ലാ കണക്ഷൻസും ഡിഫറൻസ് ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് ഈ ഒരു സ്ട്രിപ്പ് വഴി ഇങ്ങനെ വന്ന് ഇവിടെ കൊടുക്കുന്ന സമയത്ത് ഈ കണക്ഷൻസ് എന്താവണം, ഇതിൽ വെച്ചിട്ട് സ്പീക്കറിന് മൈക്കിന് കണക്ഷൻ ഷോർട്ട് ആവുകയാണ് ചെയ്യുന്നത്. കാരണം ഇതിൽ എല്ലാം ഓപ്പോസിറ്റാണ് വരുന്നത്, യഥാർത്ഥ ട്രാക്കുകളല്ല വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ CC ബോർഡ് മാറുമ്പോൾ ഈ ഒരു കാര്യം നല്ലോണം ശ്രദ്ധിക്കുക. ഇത് എങ്ങാനും ചാർജിങ്ങിൻ്റെ കണക്ഷൻസ് ആണ് ഓപ്പോസിറ്റ് വന്നിട്ടുണ്ടായിരുന്നത് എങ്കിൽ ചിലപ്പോൾ ഈ ബോർഡിൻ്റെ പവർ ഐ സി അല്ലെങ്കിൽ GPU വരെ അടിച്ചു പോകാനുള്ള എല്ലാ സാധ്യതയും നമുക്കുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതിൽ CC ബോർഡ് മാറുന്നതിന് പകരം മാക്സിമം ഇതിലുള്ള കമ്പോണൻസ്, അതായത് മൈക്ക് അതുപോലെ തന്നെ ചാർജിങ് പിന്നെ നിൽക്കുന്ന കംപ്ലൈൻറ്റ് അത് തന്നെ മാക്സിമം മാറ്റി കൊടുക്കാൻ നോക്കുക. അതാണ് ഏറ്റവും നല്ല. ഇതുപോലെ അല്ല എങ്കിലും നല്ല പണി നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ ഏറ്റവും നല്ല ഇതാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഓക്കെ, മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ.